6,29,000 രൂപയുടെ റവന്യൂ ആണ് വെറും 30 ദിവസം കൊണ്ട് ഈ ഒരു സിംഗിൾ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സ്റ്റോർ എനിക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഹൗ ടു സ്റ്റാർട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നൊക്കെ ചോദിച്ചു ഒരുപാട് ക്വസ്റ്റ്യൻസ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ സെയിൽസ് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാം, അതുപോലെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ബിസിനസ്സിന് എന്തൊക്കെ വേണോ അതെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് സൂപ്പർ പ്രൊഫൈൽ. ഇതാണ് സൂപ്പർ പ്രൊഫൈലിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ബിസിനസ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ സെയിൽസ് ഓട്ടോമേറ്റ് ചെയ്യാം, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്ത് എങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ സ്റ്റാർട്ട് ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും, നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, ജസ്റ്റ് അതൊക്കെ ഒന്ന് എൻ്റർ ചെയ്യുക. ഞാനൊന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. സോ ഞാനിവിടെ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ആൻഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഫോർ ഫ്രീ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മളുടെ ഫോൺ നമ്പറിലോട്ട്, നമ്മൾ കൊടുത്ത ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ജസ്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഞാൻ എൻ്റെ OTP എൻ്റർ ചെയ്ത് കൊടുക്കട്ടെ. ഇവിടെ OTP ആണല്ലോ. ഓക്കെ, 4250. ഓക്കെ, OTP എൻ്റർ ചെയ്ത് നമ്മളെ പുതിയൊരു ഇൻ്റർഫേസിലോട്ട് വരും. സോ ഇതാണ് സൂപ്പർ പ്രൊഫൈലിൻ്റെ പുതിയ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. നമ്മളിപ്പോൾ സൂപ്പർ പ്രൊഫൈലിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് KYC കൂടി കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ക്ലയൻസിൻ്റെ അടുത്ത് പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് നമ്മളുടെ അക്കൗണ്ട് സെറ്റിങ്സിലോട്ട് പോവുക, പേയ്മെൻറ്റ്സ് ക്ലിക്ക് ചെയ്യുക, സെറ്റപ്പ് പേയ്മെൻറ്റ്സ് കൊടുക്കുക. സോ ഇത്രയും കാര്യങ്ങൾ കൊടുത്താലേ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ആധാർ കാർഡ് കൊടുക്കണം, നമ്മളുടെ പാൻ കാർഡ് കൊടുക്കണം, നമ്മളുടെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കണം. സോ നമുക്ക് എങ്ങനെ KYC കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ലെറ്റ്സ് ഗോ ഉണ്ട്. ലെറ്റ്സ് ഗോ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഡിജി ലോക്കറിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് ഇതിനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ എൻ്റെ ഡിജി ലോക്കറിൽ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ഡിജി ലോക്കറിൻ്റെ അകത്ത് ആദ്യമേ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ അപ്ലോഡ് ആക്കിയിട്ടില്ലെങ്കിൽ അപ്ലോഡ് ആക്കുക, ദെൻ നിങ്ങൾ ലോഗിൻ ചെയ്യുക. സോ ഇവിടെ ഞാൻ എൻ്റെ ആധാർ കാർഡ് കൊടുക്കുന്നുണ്ട്, എൻ്റെ പാൻ കാർഡ് കൊടുക്കുന്നുണ്ട്, ദെൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷേ അത് ആവശ്യമില്ല. ആൻഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം അലോ കൊടുക്കുക. ഓക്കെ, സോ പ്രോസസ്സിംഗ് ആണ്. നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പാൻ കാർഡ് പിടിച്ചിട്ടുള്ള സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യണം. സോ ഞാനിവിടെ എൻ്റെ ക്യാമറയ്ക്ക് അലോ കൊടുക്കുകയാണ്, പെർമിഷൻ. ആൻഡ് എൻ്റെ പാൻ കാർഡ് അവിടെ, ഒരു മിനിറ്റ് ഗൈസ്, പാൻ കാർഡ് എടുത്തിട്ട് വരാം. ഓക്കെ, പാൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു പാൻ കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സെൽഫി എടുക്കണം ഇവിടെ. സോ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് നീറ്റായിട്ട് നമ്മൾ സെൽഫി എടുക്കുക. പാൻ കാർഡെല്ലാം ക്ലിയർ ആവണം, നമ്മളുടെ ഫേസും ക്ലിയർ ആവണം. സോ ടേക്ക് പിക്ചർ എന്ന് കൊടുക്കുക. ദെൻ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഇൻഡിവിജ്വൽ ഓർ ഫ്രീലാൻസർ ക്ലിക്ക് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മളുടെ ഒരുപാട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. സോ ഞാൻ എൻ്റർ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റർ ചെയ്ത എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ ഒന്നുകൂടി റീചെക്ക് ചെയ്യുക. കാരണം എന്തെങ്കിലും ചെറിയൊരു എറർ വന്നാൽ തന്നെ നിങ്ങളുടെ KYC ഡിലേ ആവും. സോ മേക്ക് ഷുവർ നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാണോ എന്നുള്ളത്. ആൻഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കണം, നമ്മളുടെ പാൻ കാർഡിലെ നെയിം എന്താണോ അത് കൊടുക്കണം, ദെൻ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ദെൻ നമ്മളുടെ പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പിക്ക് അപ്ലോഡ് ചെയ്യണം. സോ ഇത്തരം കാര്യങ്ങൾ ഞാനും ചെയ്തിട്ട് വരാം. ഓക്കെ, സോ ഗൈസ് ഞാൻ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളുടെ KYCൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് വരും. ഇവിടെ നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. നമ്മളുടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ നെയിം എന്താണോ അത് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, വീണ്ടും നമ്മൾ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, ദെൻ നമ്മൾ IFSC കോഡ് എൻ്റർ ചെയ്യുക, ദെൻ വീണ്ടും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രൂഫായിട്ട് നമ്മളുടെ പാസ്ബുക്ക് തന്നെ കൊടുക്കുക. ഓക്കെ, സോ ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ഒന്ന് എൻ്റർ ചെയ്യട്ടെ, എന്നിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ ഞാനിവിടെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളും കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഈ കൊടുക്കുന്ന ഡീറ്റെയിൽസിലേക്കാണ് നിങ്ങളുടെ പേയ്മെൻറ്റ്സ് ഡെയിലി കയറുക. ആൻഡ് നിങ്ങൾ മാറി കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ്സ് മാറി കയറും. സോ മേക്ക് ഷുവർ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ളത്. ആൻഡ് ഒന്നുകൂടി ഒന്ന് റീചെക്ക് ചെയ്യുക. റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളുടെ KYC ഇവിടെ റിവ്യൂലായിട്ടുണ്ട്. ആൻഡ് മാക്സിമം ഒരു 24 to 48 hours ഉള്ളിൽ നമ്മളുടെ KYC കംപ്ലീറ്റ് ആവും. എനിക്കൊരു 24 hours ഒക്കെ മാക്സിമം എടുക്കാറുള്ളൂ. സോ നിങ്ങൾ ജസ്റ്റ് ഒരു 2 days വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആവും. സോ KYC കംപ്ലീറ്റ് ആയിട്ട് കാണാം ഗൈസ്, ബൈ. അപ്പോൾ ഗൈസ് വെറും 24 hours ഉള്ളിൽ തന്നെ നമ്മളുടെ KYC കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ KYC പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് കിട്ടും. ജസ്റ്റ് 24 hours ഉള്ളിലേ എടുത്തുള്ളൂ. സൂപ്പർ പ്രൊഫൈലിന് മെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
സോ ഇനി നമ്മൾ KYC കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു, നമ്മളുടെ സ്റ്റോർ ക്രിയേഷനിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇനി നമുക്ക് സൂപ്പർ പ്രൊഫൈലിൽ എങ്ങനെ ഒരു ഡിജിറ്റൽ സ്റ്റോർ ഉണ്ടാക്കാൻ നോക്കാം. സോ അതിന് തന്നെ കുറച്ച് ബേസിക് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒന്നുമില്ല, നമ്മളുടെ സ്റ്റോറിൻ്റെ നെയിം, ബയോ, പ്രൊഫൈൽ പിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആണോ? തരൂല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സൂപ്പർ പ്രൊഫൈലിൻ്റെ അക്കൗണ്ട് സെറ്റിങ്സിലോട്ട് പോവുക. ഇവിടെ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. നമ്മുടെ സ്റ്റോറിൻ്റെ നെയിം, പ്രൊഫൈൽ പിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കൊടുക്കലാണ്. ഞാനിവിടെ ഓൾറെഡി എൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്ത് വെച്ചിട്ടുണ്ട്, ഡാസ്ട്ര ബോയ്. ദെൻ നമ്മളുടെ ഇമേജ് നമ്മളിവിടെ കൊടുക്കണം. ഇവിടെ നമ്മുടെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ നല്ല ചുരുക്കുള്ളൊരു പിക്ക് കൊടുക്കാം. സോ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു ഫോട്ടോ കൊടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക, ദെൻ അത് ഭംഗിക്ക് ക്രോപ്പ് ചെയ്ത് വെക്കുക. സോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ സേവ് അപ്ലോഡ് കൊടുക്കുക. സോ നമ്മളുടെ സ്റ്റോറിൻ്റെ ലോഗോ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ദെൻ ഇവിടെ നെയിം ചോദിക്കുന്നത് നിങ്ങളുടെ സ്റ്റോറിൻ്റെ നെയിമാണ്. സോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറിനിടാൻ കരുതി വെച്ചിട്ടുള്ള നെയിം എന്താണോ അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ദെൻ ഹെഡ്ലൈന് നിങ്ങൾ മാക്സിമം അട്രാക്റ്റീവായിട്ട് തന്നെ കൊടുക്കുക. ഞാനിവിടെ വെൽക്കം ടു മൈ സ്റ്റോർ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ദെൻ ബയോ, ഞാൻ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ എഡിറ്റിംഗ് പാക്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിവിടെ ടോപ്പ് അഫോർഡബിൾ എഡിറ്റിംഗ് പാക്സ് എന്നുള്ളതാണ് ബയോ കൊടുത്തിട്ടുള്ളത്. സോ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നിങ്ങളിത് സേവ് ആക്കുക. ദെൻ നിങ്ങൾ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചാനൽ എന്ന് കാണാൻ പറ്റും. സോ നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഇതിലോട്ടാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ അഡ്രസ്സ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൊടുക്കാൻ പറ്റും. സോ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ മെയിൽ അഡ്രസ്സ് മാത്രമാണ് കൊടുക്കുന്നത്. സോ ഞാൻ എൻ്റെ മെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, സോ ഞാൻ എൻ്റെ മെയിൽ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ദെൻ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ കൊടുത്ത മെയിലിലോട്ട് ഒരു OTP വരും. സോ എൻ്റെ OTP വന്നിട്ടുണ്ട്. ഞാനത് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യാണ്. സോ എൻ്റർ ചെയ്ത് നമ്മളുടെ മെയിൽ അഡ്രസ്സ് അവിടെ ആഡ് ആവും. സോ ഈ ഒരു മെയിലിലോട്ടാണ് നമ്മുടെ കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ട് എന്തെങ്കിലും എറർ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ നിങ്ങളപ്പോൾ ഈ ഒരു മെയിൽ ചെക്ക് ചെയ്യണം. സോ ഇവിടെ നമ്മളെ ബേസിക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ സൂപ്പർ പ്രൊഫൈലിൻ്റെ അകത്ത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. ലെറ്റ്സ് ഗോ. ഓക്കെ, പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് പേയ്മെൻറ്റ് പേജസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്രിയേറ്റ് എ പേയ്മെൻറ്റ് പേജ് ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്ട്സ് എന്ന് കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളൊരു പുതിയൊരു ഇൻ്റർഫേസിലോട്ട് കൊണ്ടുപോകും. ഇവിടെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. സോ ഞാൻ ഓൾറെഡി എൻ്റെ നോഷനിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ടൈറ്റിൽ എൻ്റർ ചെയ്യലാണ്. സോ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ആൻഡ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങളുടെ ലാൻഡിങ് പേജിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ കവർ പിക്ക് അപ്ലോഡ് ചെയ്യലാണ്. സോ എൻ്റെ കയ്യിൽ കവർ പിക്ക് ഇല്ല. ഞാൻ നോർമലി ChatGPT ഒക്കെ വെച്ചിട്ടാണ് കവർ പിക്ക് ഉണ്ടാക്കാറ്. സോ ഞാൻ എൻ്റെ പ്രോംപ്റ്റ് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനും ChatGPTയിൽ. സോ ChatGPT എനിക്ക് നല്ലൊരു അടിപൊളി പിക്ക് ഉണ്ടാക്കി തരും. ഓക്കെ ഗൈസ്, ChatGPT പിക്ക് ഉണ്ടാക്കി തന്നിട്ട് വരാം. ഓക്കെ ഗൈസ്, സോ ChatGPT എനിക്ക് നല്ലൊരു കവർ പിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സോ ഇതാണ് ChatGPT എനിക്ക് ഉണ്ടാക്കി തന്ന കവർ പിക്ക്. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ ലാൻഡിങ് പേജിൽ ഇത് ആഡ് ആക്കണം. ജസ്റ്റ് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്യുക. അത് ആഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആഡ് ആക്കണം. സോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ് എന്താണോ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിക്കാണ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ സെറ്റാക്കാൻ. സോ ഞാനതും ഓൾറെഡി എൻ്റെ നോഷനിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ തന്നെ നമ്മളുടെ ലാൻഡിങ് പേജ് കാണാൻ ഭംഗിയായിട്ടുണ്ട് ഗൈസ്. ദെൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ടെക്സ്റ്റ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ജോയിൻ നൗ അല്ലെങ്കിൽ ബൈ നൗ അങ്ങനത്തെ രീതിക്കുള്ള ടെക്സ്റ്റ് കാര്യങ്ങൾ കൊടുക്കുക. സോ ഞാനിവിടെ ബൈ നൗ എന്നാണ് കൊടുക്കുന്നത് ഗൈസ്. ആൻഡ് അതിൻ്റെ ശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളൊരു പുതിയൊരു പേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്കാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. സോ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കോപ്പി വെച്ചിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്യാണ്. ശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഇതിൽ ആഡ് ആക്കാൻ പറ്റും. ഞാൻ സിംഗിൾ പ്രൊഡക്റ്റേ കൊടുക്കുന്നുള്ളൂ. ദെൻ പ്രൈസിങ്ങിലോട്ട് പോവുക. ഇവിടെ ഫിക്സ്ഡ് പ്രൈസ് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്താണോ അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. സോ ഞാനിവിടെ ഒരു 299 രൂപ എൻ്റർ ചെയ്യുന്നുണ്ട്. ദെൻ ഇവിടെ ഓഫർ പ്രൈസ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഓഫർ പ്രൈസ് ക്ലിക്ക് ചെയ്ത് ഞാൻ ഒരു ഓഫർ പ്രൈസ് ഇവിടെ കൊടുക്കുകയാണ്. സോ കസ്റ്റമർ ബൈ ചെയ്യാനുള്ള ചാൻസ് കൂടും. സോ ഞാനിവിടെ 99 രൂപ ആക്കിയിട്ടുണ്ട്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സോ നമ്മളൊരു പുതിയൊരു പേജിലോട്ട് കൊണ്ടുപോകും. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ സ്റ്റോറിലോട്ട് ആഡ് ചെയ്യണം. സോ നിങ്ങൾ ജസ്റ്റ് സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇവിടെ അപ്പിയറൻസിലോട്ട് പോവുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് തീംസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു തീം സെലക്ട് ചെയ്യുക. സോ ഞാൻ ഈ ഒരു തീമാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ സേവ് ചേഞ്ചസ് കൊടുക്കുക.
ദെൻ നമ്മൾ സ്റ്റോറിലോട്ട് തന്നെ പോവുക. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈക്ക് എഡിറ്റ് ഹെഡർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ക് സെറ്റ് ആക്കാൻ പറ്റും. ദെൻ നമ്മുടെ സ്റ്റോർ നെയിം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, ബയോ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടി വെൽക്കം ടു മൈ സ്റ്റോർ എന്നുള്ളതാണ് ബയോ കൊടുത്തിട്ടുള്ളത്. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും. ദെൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക, ഇത് ക്ലോസ് ചെയ്യുക. ദെൻ നിങ്ങൾ പേയ്മെൻറ്റ് പേജസിലോട്ട് പോവുക. പേയ്മെൻറ്റ് പേജസിലോട്ട് പോയിട്ട് നിങ്ങൾ ഈ ഒരു ഐക്കൺ കണ്ട ഇത് ക്ലിക്ക് ചെയ്യുക. ദെൻ ആഡ് ടു സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഡക്റ്റാണ് നിങ്ങളുടെ സ്റ്റോറിലോട്ട് ആഡ് ആക്കേണ്ടത് അതൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ദെൻ നിങ്ങൾ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ സ്റ്റോറിൽ ആഡ് ആയിട്ടുണ്ടാവും. ദെൻ ഇവിടെ ഷെയർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇത് കോപ്പി ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് നിങ്ങളുടെ സ്റ്റോർ. ആൻഡ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഉണ്ടാക്കിയ ലാൻഡിങ് പേജാണ് ഗൈസ്. ഓക്കെ, സോ ഇങ്ങനെയാണ് സൂപ്പർ പ്രൊഫൈലിൽ ഒരു സ്റ്റോർ ഉണ്ടാക്കുക. വളരെ ഈസിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു, സ്റ്റോർ ലോഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഓട്ടോമേഷൻ്റെ കൂടി സെറ്റ് ചെയ്യണം. സോ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് കണക്ട് ഐജി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്കിനി പെർമിഷൻ കൊടുത്താൽ മതി. സോ ഞാൻ അലോ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സൂപ്പർ പ്രൊഫൈലിൽ ആഡ് ആയിട്ടുണ്ട് ഗൈസ്. യു ക്യാൻ സീ ഹിയർ. സോ ഓട്ടോ ഡി എമ്മിൻ്റെ നിങ്ങൾക്ക് കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും, ഓട്ടോ സ്റ്റോറി റിപ്ലൈ സെറ്റ് ചെയ്യാൻ പറ്റും, ഓട്ടോ ഡി എം റിപ്ലൈ സെറ്റ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെ കമൻറ്റ് ഓട്ടോമേഷൻ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് കമൻറ്റ് ഓട്ടോമേഷൻ സെലക്ട് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഏത് പോസ്റ്റിൻ്റെ അകത്താണോ ഓട്ടോമേഷൻ സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോൻ്റെ അകത്ത് എന്തെങ്കിലും കീവേഡ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കീവേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. സോ ഞാൻ അങ്ങനെയൊന്നും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ ഞാൻ ഇനി കമൻറ്റ് ക്ലിക്ക് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറയാം. സോ അവർക്ക് ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ദെൻ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. സോ ഞാൻ അത് ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്നുള്ളത് ഒന്നുകൂടി ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം നിങ്ങൾ കൺഫേം ആൻഡ് ലോഞ്ച് ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങളുടെ കമൻറ്റ് ഓട്ടോമേഷൻ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഓട്ടോമേറ്റഡ് സെയിൽസ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഒരു വർക്കിംഗ് അങ്ങനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ലിങ്ക് എടുക്കുക, നിങ്ങൾ ജസ്റ്റ് അത് സെർച്ച് ചെയ്യുക. സോ നമ്മളുണ്ടാക്കിയ ആ ഒരു ലാൻഡിങ് പേജിലോട്ട് പോകും. ഇവിടെ നമ്മളുടെ ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യണം. ഇത് ആക്ച്വലി കസ്റ്റമർ സൈഡ് പർച്ചേസ് ആണ് കേട്ടോ. ദെൻ ഗെറ്റ് ഇറ്റ് നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരും. ആൻഡ് ഈ ഒരു QR നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. സോ ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. ഈ ഫോണിൽ പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ അടുത്തൊരു പേജിലോട്ട് കൊണ്ടുപോയി. സോ ഈ ഒരു പേജിൽ നിന്ന് നമ്മളുടെ പ്രൊഡക്റ്റിലൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഞാൻ കൊടുത്ത പ്രൊഡക്റ്റ്. ജസ്റ്റ് ഒരു ഇമേജാണ് എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സോ എനിക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സിമ്പിൾ. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഈ ഒരു സൂപ്പർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ബിസിനസ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് കൂടുതൽ വെച്ചിട്ട് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് സൂപ്പർ പ്രൊഫൈലിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. സോ നിങ്ങൾ കയറി നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. സോ ദാറ്റ്സ് എ വീഡിയോ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. ദെൻ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ വെച്ചോ. ഇത്രയും ഫ്രീ വാല്യൂസ് ഒക്കെ തരല്ലേ. ദെൻ നമ്മളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ ബൈ ഗൈസ്. ചിയേഴ്സ്.